റേഡിയന്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ടോപ്പിക്കുകളാണ്. അതിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ലിമിറ്റ്, ലിമിറ്റ്സിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ കുറേ ഫംഗ്ഷൻസിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ലിമിറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെ മാനുവലി ചെയ്യാം എന്ന് പറയും. അതായത് ടാബുലർ കോളമൊക്കെ വരച്ച് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്തോറും അത്തരം ടാബുലർ കോളം വരച്ച് ഇത്രയും ഒരു ടെഡീസ് പ്രോസസ് അല്ല നമ്മൾ ചെയ്യാറ്. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഫംഗ്ഷൻസിന്റെ ഒക്കെ ലിമിറ്റുകൾ കണ്ടെത്താൻ കഴിയും. അതിന് ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ അത് ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ടെക്നിക്കുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കൂ, ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൾജിബ്ര എന്താണെന്ന് അറിയാം. നമ്മൾ ചെറിയ കാലക്ലാസ് തൊട്ട് തന്നെ രണ്ട് നമ്പറുകൾ എന്താണെന്ന് പഠിക്കുന്ന കാലത്ത് തന്നെ അവരെ കൂട്ടാനും കുടിക്കാനും ഒക്കെ പഠിക്കുന്ന ആ പ്രോസസ്സുകളെല്ലാമാണ് ഈ ആൾജിബ്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. 2 ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ഈ രണ്ട് പേർക്കും എക്സ് ഇസിക്കൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിരിക്കട്ടെ. അതായത് എക്സ് ഇസിക്കൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ രണ്ട് ഫംഗ്ഷനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം അതിന്റെ പുറകിലുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എ മൈനസ് ഒക്കെ കണ്ടുപിടിച്ച കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും കൂടെ വിശദീകരിക്കുന്നില്ല, മുൻപുള്ള ക്ലാസ്സുകൾ പോയി കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കുള്ള 2 ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആൾജിബ്ര ഓഫ് ലിമിറ്റ്സിന്റെ അകത്ത് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ ഈ 2 ഫംഗ്ഷൻസിന്റെയും സമ്മിന്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, ഈ 2 ഫംഗ്ഷൻസിന്റെയും സമ്മിന്റെ ലിമിറ്റ് കണ്ടെത്തണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെ കണ്ടെത്തും? ഇവരുടെ ഇൻഡിവിജ്വൽ ലിമിറ്റ് കണ്ടെത്തി ആഡ് ചെയ്താൽ മതി. പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അതായത് ഈ 2 ഫംഗ്ഷന്റെയും സമ്മിന്റെ ലിമിറ്റ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ നിങ്ങൾ അതിലെ ഓരോ ഫംഗ്ഷന്റെയും ലിമിറ്റ് കണ്ടെത്തി ആഡ് ചെയ്താൽ മതി. ലിമിറ്റ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതുപോലെ തന്നെ ഇവരുടെ ഡിഫറൻസിന്റെ ലിമിറ്റ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ഈ 2 ഫംഗ്ഷൻസിന്റെയും ഡിഫറൻസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, അതിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ചെയ്താൽ മതി. അതായത് ഇൻഡിവിജ്വൽ ലിമിറ്റ് കണ്ടെത്തി ഡിഫറൻസ് എടുത്താൽ മതി. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ഫംഗ്ഷൻസിന്റെയും പ്രോഡക്റ്റിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ഈ 2 ഫംഗ്ഷൻസിന്റെയും പ്രോഡക്റ്റിന്റെ ലിമിറ്റ് ആണ് കാണുന്നതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നിങ്ങൾക്ക് കാണാം. അതിനെ എന്ത് ചെയ്താൽ ഇൻഡിവിജ്വൽ ലിമിറ്റ് കണ്ടെത്തുന്നു, ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിന്റെ ഇൻഡിവിജ്വൽ ലിമിറ്റ് കണ്ടെത്തുന്നു, അവരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവരുടെ പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ചെയ്തത്. ഓക്കെ, ഇത് 3 ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാം. അടുത്ത പോയിന്റ്, നിങ്ങൾക്ക് ഈ 2 ഫംഗ്ഷൻസിന്റെയും കോഷ്യന്റ്, അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ത് ചെയ്യാം? ഇതിൽ ഓരോ ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ് കണ്ടെത്തി ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി ലാസ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതാണ് അതിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ കോൺസ്റ്റന്റ് പുറത്തെടുക്കുക, എന്നിട്ട് ആ ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കൊടുക്കുക. ലാംഡ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് കാണുന്നതിന് ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് കണ്ടാൽ. ഓക്കെ, ഇത്രയാണ് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, 2 ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ലിമിറ്റ് ഓഫ് ദ സം ഓഫ് ദ 2 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദ ലിമിറ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആയിരിക്കും. അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതായത് 2 ഫംഗ്ഷൻസിന്റെ സമ്മാണ് ലിമിറ്റ് ആണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അവരുടെ ആ 2 ഫംഗ്ഷൻസിന്റെയും ഇൻഡിവിജ്വൽ ലിമിറ്റ് കണ്ടെത്തി ആഡ് ചെയ്താൽ മതി.
അതുപോലെ തന്നെ ഡിഫറൻസിൻ്റെയും. അതുപോലെ തന്നെയാണ് പ്രോഡക്റ്റിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ് കോഷ്യന്റ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഓക്കെ, ലാസ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ, അതായത് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് പുറത്തെടുക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ചെയ്യുക, എഫ് ഓഫ് എക്സ് എന്നുള്ളത്.